നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ മഴയെ തുടർന്ന് കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മണ്ണിടിഞ്ഞത്. ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് താഴെയായാണ് 15ഓളം വീടുകളുള്ളത്. ഉരുളിക്കുന്ന് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീതിയെ സംബന്ധിച്ച് CCTV മുൻപ് വാർത്ത നൽകിയിരുന്നു. മണ്ണെടുത്ത് മാറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണെങ്കിലും ജിയോളജി വകുപ്പിന്റെ അനുമതി വേണമെന്നിരിക്കെ അനുമതി നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് തങ്ങൾ മരിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എപ്പോഴാ വീണെന്നൊന്നും അറിഞ്ഞില്ല. ഞങ്ങള് സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റു. കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങള് ഫ്രണ്ടിലെ ബാക്കിലെ വാതില് തുറന്നില്ല. ഫ്രണ്ടിലെ വാതില് തുറന്നപ്പോ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചി ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിലെ വാതിൽ തുറന്നത്. അപ്പോഴാണ് ഇടിഞ്ഞു കൊടുക്കുന്നത്. പകലൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിലത്തെ കാറ്റും മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണത് രാത്രി നല്ല കാറ്റും മഴയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും അധികൃതരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും കൗൺസിലർ ബിനു പ്രസാദും ആവശ്യപ്പെട്ടു. കനത്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ കുന്നംകുളം മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ. കുന്നംകുളം ചെറുവത്താനി ഗേൾസ് ഹൈസ്കൂൾ പരിസരം, ചിറളയം, കേച്ചേരി ഭാഗങ്ങളിലും കാറ്റിൽ മരങ്ങൾ വീണു. കുന്നംകുളം ടൗണിൽ പട്ടാമ്പി റോഡിൽ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ പരസ്യ ബോർഡ് ഇളകി വീണു. അരിമാർക്കറ്റിൽ നായർ ഹോട്ടലിനോട് ചേർന്ന് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റുകൾ കാറ്റിൽ നിലം പതിച്ചു. രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിന്റെ മുകളിലെ മേൽക്കൂരകളെല്ലാം കാലപ്പഴക്കമുള്ളതാണ്. ആർത്താറ്റ് സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കെട്ടിടം. ശനിയാഴ്ച രാവിലെ വെൽഡിംഗ് തൊഴിലാളികൾ എത്തി പാതയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വടക്കഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിൽ വീട് തകർന്നു വീണു. ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. കൃഷ്ണൻകുട്ടിയും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നു. ഓടും മേൽക്കൂരയിലെ മരങ്ങളും വീണ് ഇവർക്ക് പരിക്കേറ്റു. നാട്ടുകാരെത്തിയാണ് തകർന്ന വീടിനുള്ളിൽ നിന്ന് ഇവരെ പുറത്തെത്തിച്ചത്. ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നു. അങ്ങനെ പിടിപിടുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നോക്കുമ്പോൾ നിലവിളി കേട്ടു. ചെക്കൻ കട്ടിലുണ്ടായിരുന്നു. കട്ടിലൊക്കെ മറിഞ്ഞ് അതിൻ്റെ അടിയിലായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും പരിക്ക് പറ്റി, എനിക്ക് പരിക്ക് പറ്റി. കയ്യും കാലൊക്കെ കടയുണ്ട്. അപ്പോൾ ഇറങ്ങി വീണിട്ടേ. അപ്പോൾ ആശുപത്രിക്കൊന്നും പോയില്ല. കനത്ത മഴയിലും കാറ്റിലും കുന്നംകുളം വലിയങ്ങാടി സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു. ഇതേ തുടർന്ന് കുർബാന അടക്കമുള്ള പ്രാർത്ഥനകൾ നടക്കുന്ന പള്ളിയുടെ അകത്തളത്തിൽ വെള്ളം കയറി. കുന്നംകുളം മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പൈജു റോഡിൽ നിന്നും മാർക്കറ്റിലേക്ക് തിരിയുന്നിടത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശക്തമായ മഴയെ തുടർന്നാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നത് മൂലം ഗതാഗത കുരുക്കും രൂക്ഷമായി. ചാവക്കാട് മണത്തല ദേശീയപാത 66 നിർമ്മാണം മൂലം ദുരിതം പേറി കുടുംബം. അക്കരപ്പറമ്പിൽ അശോകനാണ് സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേട്ടിലായത്. മഴ പെയ്താൽ റോഡിൽ നിന്നും ചെളിവെള്ളവും ടാറും കെമിക്കലും ഒലിച്ച് അശോകന്റെ വീട്ടുമുറ്റത്തെത്തും. മുറ്റത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ കുടുംബത്തിന്. റോഡിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കെമിക്കൽ വീടിനു ചുറ്റും കെട്ടിക്കിടക്കുകയാണ്. വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചെളിവെള്ളം വീട്ടിലേക്ക് തെറിക്കും. കിണറ്റിലും മാലിന്യം അടിഞ്ഞുകൂടുന്നതായി പറയുന്നു. ഫുള്ളായിട്ട് കവർ ചെയ്ത് ചുറ്റും അതിലാണ്. ഇവിടെ കംപ്ലീറ്റ് വെള്ളം ഡംപ് ചെയ്യണം. നാഷണൽ ഹൈവേയിൽ വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി. കംപ്ലീറ്റ് ഡംപ് ചെയ്യും. ഇനി ഞാൻ ഇവിടെ ഓട്ടോ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹോള് ഉണ്ടല്ലോ, അവിടെ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ടാറ എന്തോ കെമിക്കൽ അയച്ചു. അത് കംപ്ലീറ്റ് എൻ്റെ വീടിന് ചുറ്റും. ബാക്കിലൊന്നും നടന്നു നോക്കിയാൽ അറിയാം. ബാക്കിൽ കംപ്ലീറ്റ് ടാറ. ഈ സാധനം ആ പുല്ലിലില്ലേ, അപ്പോൾ ആ സാധനമാണ് ബാക്കിൽ കംപ്ലീറ്റ്. ഇനി പുല്ല് പോലും മുളക്കില്ല. വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല.
മനസ്സിലായോ? ഇതാണ് അവസ്ഥ. കളക്ടർ കംപ്ലൈൻറ്റ് ചെയ്തു. കളക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല, കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിളിക്കും. വീട്ടുപറമ്പിലെ കൃഷിയും നശിച്ചു. ഇതിനൊരു പരിഹാരമായി പുതിയ മതിൽ നിർമ്മിച്ചെങ്കിലും ദുരിതത്തിന് കുറവില്ല. ദേശീയപാത അധികൃതർക്ക് അശോകൻ നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 3 ദിവസത്തിനുള്ളിൽ വീട്ടുപരിസരത്തുണ്ടായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് അശോകൻ പറഞ്ഞു. 76.51 കോടി രൂപ ചിലവിൽ കിഫ്ബി പദ്ധതി വഴി നിർമ്മിക്കുന്ന കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 1.55 ലക്ഷം ചതുരശ്ര അടിയിൽ 7 നിലകളിലായാണ് ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ നിർവഹണ ഷെഡ്യൂൾ പ്രകാരം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും SPV ഇൻകലും വീഴ്ച വരുത്തരുതെന്ന് MLA ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ മാസത്തിൽ കോൺക്രീറ്റിംഗും അനുബന്ധ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്ന് ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയുള്ള നിലയിൽ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ, MGPS ബാറ്ററി റൂം, ലാബ്, മോർച്ചറി എന്നിവയും, ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി, ട്രയാജ്, ഒബ്സർവേഷൻ റൂം, പ്രൊസീജിയർ റൂം, മൈനർ OT, CT സ്കാൻ, എക്സ്റേ, ഡയാലിസിസ് തുടങ്ങിയവയും പ്രവർത്തിക്കും. 1-ാം നിലയിൽ OP റൂം, ഓർത്തോ, ജനറൽ OP, ഫീവർ ക്ലിനിക്, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ENT, പീഡിയാട്രിക്, ഗൈനക്കോളജി തുടങ്ങിയവ പ്രവർത്തിക്കും. 2-ാം നിലയിൽ വാർഡുകൾ, ഐസൊലേഷൻ, ഡ്യൂട്ടി റൂം എന്നിവയും 3-ാം നിലയിൽ വാർഡുകളും മെഡിക്കൽ ICUവുമാണ് പ്രവർത്തിക്കുക. 4-ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, പ്രീ OP റൂമുകൾ, അനസ്തേഷ്യ റൂം, സർജിക്കൽ ICU എന്നിവ ഉണ്ടായിരിക്കും. 5-ാം നിലയിൽ AHU, CSSD എന്നിവ പ്രവർത്തിക്കും. കിഫ്ബിയുടെ SPV ആയ ഇൻകൽ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർവഹണം. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദഗ്ധ ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാകും. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് പുതിയ താലൂക്ക് ആശുപത്രി നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഇൻകൽ, ഊരാളുങ്കൽ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ ദയ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കീർത്തനയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി കോട്ടപ്പുറം നവമി കലാകായിക വേദി ആക്രി ചലഞ്ച് നടത്തി. കോട്ടപ്പുറം ചീരോത്ത് വീട്ടിൽ ഉദയന്റെ മകളായ കീർത്തന മെയ് 17 പുലർച്ചെ 5 മണിക്ക് തൃശൂർ വിയൂർ പാലത്തിന് സമീപം വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ കീർത്തന വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് എതിരെ വന്നിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഭീമമായ ചികിത്സാ ചെലവാണ് കീർത്തനയ്ക്ക് ആവശ്യമായി വരുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് PK അഭിജിത്ത്, സെക്രട്ടറി CB ആദിത്യൻ, ട്രഷറർ PK മഹേഷ്, ആദിത്യ രൂപ്, ഋതുരാജ്, യദുരാജ്, പ്രണവ്, അജിത്, ഗോകുൽ എന്നിവർ ആക്രി ചലഞ്ചിന് നേതൃത്വം നൽകി. കീർത്തനയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ കാർത്തിക് C ഉദയൻ 04100789 5192190001 IFSC കോഡ് CSBK 00004110 എന്ന അക്കൗണ്ട് നമ്പറിലോ 9846764736 എന്ന ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കാവുന്നതാണ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MK രഘു അധ്യക്ഷനായി. മുതിർന്ന നേതാക്കളായ MC ഭാസ്കരൻ, പത്മനാഭൻ എന്നിവരെ ആദരിച്ചു. KPCC മെമ്പർ നിഖിൽ ദാമോദരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് ഭാരവാഹികളായ NK കബീർ, PS സുനീഷ്, K ഗോവിന്ദൻകുട്ടി, പഞ്ചായത്ത് മെമ്പർ സതി മണികണ്ഠൻ, വാർഡ് പ്രസിഡന്റ് റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും പുരാതന തറവാട്ട് കൂട്ടായ്മ സ്ഥാപക സാരഥികളിൽ ഒരാളുമായ ആലയ്ക്കൽ വേണുഗോപാലന്റെ ചരമവാർഷിക ദിനത്തിൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി. ഗുരുവായൂർ കിഴക്കേനട നിർമാല്യത്തിൽ ചേർന്ന അനുസ്മരണ സദസ്സ് നഗരസഭാ വാർഡ് കൗൺസിലർ CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ രവി ചങ്കത്ത് ആമുഖ പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തകരായ ലിജിത് തരകൻ, R ജയകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, V ബാലകൃഷ്ണൻ നായർ, ശശികുമാർ കൊടമന എന്നിവർ സംസാരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. രവി വട്ടരങ്ങത്ത്, നിർമ്മല നായിക്കകത്ത്, കാർത്തിക കോമത്ത്, ശാന്ത മണ്ണുങ്ങൽ, ഉഷ ശശികുമാർ, K അനൂപ് എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേലൂർ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു CV അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഏറ്റവും കൂടുതൽ കാലം വ്യാപാരം നടത്തിയ വ്യക്തിയെയും ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ, നിയോജകമണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര, എക്സിക്യൂട്ടീവ് മെമ്പർ MT റോയി, വനിതാ വിംഗ് ജോയിന്റ് കൺവീനർ അനു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ആറ്റത്ര ചിറമൽ ജോൺസന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന പീനട്ട് ബട്ടർ ഫ്രൂട്ട് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു. രുചിയിലും രൂപവർണ്ണഭംഗിയിലും ഏറെ കേമനാണ് ഈ കുഞ്ഞൻ പഴം. വിദേശിയായ പീനട്ട് ബട്ടർ ഫ്രൂട്ട് അമേരിക്കൻ ഫ്രൂട്ട് എന്നും അറിയപ്പെടും. നിലക്കടലയുടെയും വെണ്ണയുടെയും രുചി ഒത്തുചേർന്ന പീനട്ട് ബട്ടറിന്റെ മാംസളമായ പുറന്തോടും കുരുവിനുള്ളിലെ പരിപ്പും ഭക്ഷ്യയോഗ്യവും രുചികരവുമാണ്. കായ്ക്കുമ്പോൾ പച്ച നിറവും മൂക്കുമ്പോൾ മഞ്ഞയും പഴുക്കുമ്പോൾ ഓറഞ്ചും കടും ചുവപ്പ് നിറവുമാണ് ഈ ഫ്രൂട്ടിനുള്ളത്. ഏത് കാലാവസ്ഥയിലും ചെടി വളരുകയും കായ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പിന്നെ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വെച്ച് നല്ല ചെടികൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടിപ്പോൾ. ടേസ്റ്റ് കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. ഓറഞ്ച് കളർ വരും, അത് കഴിഞ്ഞാൽ റെഡ് കളർ വരുമ്പോൾ നല്ല പാകമായതാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, ഫോളേറ്റ്, നിയാസിൻ, വൈറ്റമിൻ E, വൈറ്റമിൻ C, വൈറ്റമിൻ A, സോഡിയം, മാഗ്നീഷ്യം, കാൽസ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സെലീനിയം, കോപ്പർ, അയൺ, സിങ്ക്, തയാമിൻ, റൈബോഫ്ലാവിൻ, പെരിഡോക്സിൻ, പാൻറ്റോതെനിക് ആസിഡ് എന്നീ പോഷകങ്ങളാൽ സമ്പന്നമാണ് പീനട്ട് ബട്ടർ. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പീനട്ട് ബട്ടർ ഹൃദയാരോഗ്യത്തിനും ഏറെ ഗുണകരമാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ താമസക്കാരായവരും മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിച്ചവരുമായ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്നും ശേഖരിക്കുന്നതിനാൽ അവർ വിവരങ്ങൾ നൽകേണ്ടതില്ല. മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന മണ്ഡലത്തിലെ താമസക്കാരായ എല്ലാ വിദ്യാർത്ഥികളും ഫോട്ടോ, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, മണ്ഡലത്തിൽ താമസിക്കുന്നതാണെന്നുള്ള വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ 28-ാം തീയതി ബുധനാഴ്ചക്കകം ഗുരുവായൂർ MLAയുടെ ഓഫീസിൽ നൽകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ LSS സ്കോളർഷിപ്പ് നേടി വിജയം കൈവരിച്ച വിദ്യാർത്ഥികളായ ദിയ CS, അമേയ MR, ടെനിഷ MJ എന്നിവരെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മൻ, ട്രസ്റ്റി ജസ്റ്റിൻ പോൾ മാത്യു, ഹെഡ്മാസ്റ്റർ ലൈനു PK, മറ്റധ്യാപകരായ അജി ചിന്നൻ, അഫ്സൽ, മിൻഡു ബേബി, ജിമ്മി മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മ്ലാങ്ങാട് രചന വായനശാലയുടെ വാർഷിക യോഗം വായനശാല ഹാളിൽ നടന്നു. പ്രസിഡന്റ് AP മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി. യോഗത്തിൽ സെക്രട്ടറി OK വത്സലൻ 2024-25 വർഷത്തെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ട് ഐക്യകണ്ഠേന പാസാക്കി. 2025-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് പ്രിയങ്ക TPയുടെ മേൽനോട്ടത്തിൽ 15-അംഗ നിർവാഹക സമിതിയെ തെരഞ്ഞെടുത്തു. AP മുഹമ്മദ് ഷെരീഫ് പ്രസിഡന്റ്, മുഹമ്മദ് നാസിഫ് വൈസ് പ്രസിഡന്റ്,
OK വത്സരൻ സെക്രട്ടറി, നീത വിഷ്ണുപാൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സ്വാഗതവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി AK അശോകൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ അധ്യാപക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമൃത വിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്കാണ് പരിശീലന പരിപാടി നടത്തിയത്. അമൃത വിദ്യാലയം കേരള റീജിയണൽ അക്കാദമിക് മെന്ററായ കവിത സുധീർ ക്ലാസിന് നേതൃത്വം നൽകി. മഞ്ചേരി, താനൂർ, തൃശൂർ എന്നീ അമൃത വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം: എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരി കണ്ടത്ത് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മകൻ മണികണ്ഠൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. ചാലിശ്ശേരി പോസ്റ്റ് ഓഫീസിനു സമീപം താമസിക്കുന്ന തുറക്കൽ മൊയ്തുണ്ണി നിര്യാതനായി. 83 വയസ്സായിരുന്നു. നബീസ ഭാര്യയും സഫിയ, ഫാത്തിമ, ബഷീർ, ഹുസൈൻ, ഷറഫു എന്നിവർ മക്കളുമാണ്. ഖബറടക്കം ശനിയാഴ്ച വൈകിട്ട് 4-ന് ചാലിശ്ശേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.